ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ മലൈക്കോട്ട വാലിബൻ. തിയേറ്ററിൽ മാസ് സിനിമ പ്രതീക്ഷിച്ച് പോയവർക്ക് കിട്ടിയത് ഒരു കൾട്ട് ക്ലാസിക് മൂവി ആയിരുന്നു. പക്ഷെ പടം തിയേറ്ററിലും മോഹൻലാലിന്റെ കരിയറിലും അതുവരെയുള്ള ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആയിട്ട് മാറി. കൊമേഴ്ഷ്യൽ മൂവി ആക്കാവുന്ന ഒരു കിഡു പ്ലോട്ടുള്ള സിനിമയെ ലിജോ ജോസ് പല്ലിശ്ശേരി തന്റെ സ്ഥിരം ശൈലിയിൽ പിടിച്ചു വെച്ചു. മുത്തശ്ശി കഥ അല്ലെങ്കിൽ ഒരു അമർ ചിത്രകഥ പോലുള്ള ഒരു കഥയാണ് ഈ സിനിമയുടെ. എന്നാൽ പിന്നെ നമുക്ക് ഈ മുത്തശ്ശി കഥയുടെ ഒപ്പം ഫാന്റസി, നാടോടി കഥ എല്ലാം കോർത്തിണക്കിയിട്ട് ഈ സിനിമ ഒന്ന് കൊമേഴ്ഷ്യലാക്കി നോക്കാം. നിങ്ങളൊരു കാര്യം ഓർക്കുക, ഒന്നും രണ്ടും അതിലേറെ വർഷങ്ങളൊക്കെ എടുത്തിട്ടാണ് ഓരോ റൈറ്റേഴ്സ് അവരുടെ സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കുന്നത്. അത് പാളി പോകുമ്പോഴാണ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഞാൻ ഈ കഥ എന്റേതായിട്ടുള്ള രീതിയിൽ റീക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ കഥ എങ്ങാനും ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഒരു മയത്തിലൊക്കെ ഏറി കയറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മലയുടെ താഴ്വാരത്തിലുള്ള ഒരു ഗ്രാമം. രാത്രിയാണ് സമയം. ഗ്രാമത്തിലെ പല വീടുകൾക്കും തീ പിടിച്ചിരിക്കുകയാണ്. ആളുകൾ തലങ്ങും വിലങ്ങും ഓടുന്നു. ഒരു സ്വർണ്ണത്തിന്റെ ഗത അവിടെ കിടക്കുന്നുണ്ട്. ആ ഗതയിൽ നിന്ന് അല്പം ചോര ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ആ ഗതയുടെ അടുത്തായിട്ട് ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നുണ്ട്. അവരുടെ മുഖം മുഴുവൻ ചോരയാണ്. കൂട്ടക്കരച്ചിലുകളും അനാഥരായ കുട്ടികളും എല്ലാം വാവിട്ട് കരഞ്ഞ് ആ കത്തുന്ന പുരയിടങ്ങൾക്കിടയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഒരു മലയുടെ മുകളിലേക്ക് ഒരു കുഞ്ഞിനെ പിടിച്ചിട്ട് അയ്യനാര് ഞൊണ്ടി കയറുകയാണ്. അയാളെ മലയുടെ മുകളിൽ ചെന്ന് നോക്കുമ്പോൾ താഴെ ആ ഗ്രാമം കത്തിയാമരുന്നതാണ് കാണിക്കുന്നത്. അയ്യനാരുടെ കയ്യിലിരിക്കുന്ന ആൺകുഞ്ഞിനെ കാണിക്കുമ്പോൾ അവന്റെ ഒരു ചെവിയിൽ ഒരു കുണ്ടലുണ്ട്. ആ കുഞ്ഞിന്റെ ദേഹത്താണെങ്കിൽ അവിടെ ഇവിടങ്ങളായിട്ട് അല്പം രക്തമൊക്കെ പുരണ്ടിട്ടുണ്ട്. ആ കത്തുന്ന ഗ്രാമം കണ്ടിട്ട് അയ്യനാര് അട്ടഹസിച്ച് ചിരിക്കുന്നു. ആ സമയം അയ്യനാര് നിൽക്കുന്ന മലയുടെ പുറകിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അയ്യനാര് ആ കുഞ്ഞിനെ ആ ഗ്രാമത്തിന് നേരെ പൊക്കി പിടിച്ച് ഉദിച്ചുയർന്ന സൂര്യനെ സാക്ഷിയാക്കിയിട്ട് ഉറക്കെ, നീ ആരാലും കീഴ്പ്പെടുത്താൻ കഴിയാത്ത വില്ലാളി വീരനായ മല്ലനായിട്ട് ഇവിടേക്ക് തിരിച്ചു വരും. അന്ന് നിന്റെ വരവിൽ 7 മലയും 7 കടലും 7 ലോകവും കുലുങ്ങും. അയാൾ കുഞ്ഞിനെ ഒരു കൈ പിടിച്ചിട്ട് തന്റെ കടാരെടുത്ത് അയ്യനാരുടെ കൈപ്പത്തിയിൽ ഒരു മുറിവുണ്ടാക്കിയിട്ട് ആ ചോര കൊണ്ട് കുഞ്ഞിന്റെ നെറ്റിയിൽ ഒരു ഗോപി വരച്ചു കൊടുക്കുന്നു. എന്നിട്ട് സൂര്യനെ അഭിമുഖമാക്കിയിട്ട് ആ കുഞ്ഞിനെ സൂര്യനെ നേരെ പൊക്കി പിടിച്ചിട്ട് വാലിബ എന്ന് പറഞ്ഞിട്ട് അലർന്നു. ഇവിടെയാണ് നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നത്. വാലിബൻ എന്ന ടൈറ്റിൽ മാത്രമാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് മലൈക്കോട്ട എന്ന മലയുടെ താഴ്വാരത്തിലുള്ള ഗ്രാമമാണ്. ആ ഗ്രാമം തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ചത്. അവിടെയുള്ള കുറച്ച് ആളുകൾ വലിയ 2 കാളേനെ കൊല്ലുന്നത് കാണിക്കുന്നു. എന്നിട്ട് ആ കാളേനെ അവർ 2 പലക വണ്ടിയിൽ ഉരുട്ടിക്കൊണ്ട് നദിയുടെ അടുത്തേക്ക് പോകുന്നു. ആ നദിയുടെ അടുത്തുള്ള ഒരു ഗുഹയിൽ വലിയൊരു കൂർക്കമ്പലി കേൾക്കുന്നുണ്ട്. അവരവിടെ നിന്ന് ഉറക്കെ ആഹാരം എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭൂമി കുലുങ്ങുന്ന പോലെ ആരോ നടന്നു വരുന്നു. ആ ഗുഹയുടെ ഉള്ളിൽ നിന്ന് 10 അടി പൊക്കമുള്ള കറുത്ത മുടി വളർത്തിയ രാക്ഷസനെ പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ ഇറങ്ങി വരുന്നു. ഘടകൻ എന്നാണ് അവന്റെ പേര്. അവന്റെ കാലിൽ വജ്രം പിടിപ്പിച്ച ഒരു തടവളയുണ്ട്. അവനെ കണ്ടതും കാളയെ കൊണ്ടുവന്ന ഗ്രാമവാസികൾ അവനെ നോക്കിയിട്ട് വണങ്ങി നിൽക്കുന്നു. ഘടകൻ അവിടെ ഇരുന്നിട്ട് ആ 2 കാളയും പച്ചയ്ക്ക് അകത്താക്കുന്നു. ഈ സമയം ഗ്രാമത്തിലേക്ക് ഒരു കാളവണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. കാളവണ്ടി ഓടിക്കുന്നത് ഒരു കറുത്ത ചെറിയ പയ്യനാണ്. അവനാണ് ചിന്നപ്പയ്യൻ. ആ വണ്ടിയുടെ അകത്ത് അയ്യനാരും ഒരു യുവാവും ഉണ്ട്. അവന്റെ കാതിലെ കുണ്ടലങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അയ്യനാരെ കണ്ട ആ നാട്ടിലെ പ്രായമായവര് അത് പണ്ട് ഈ നാട്ടിൽ നിന്ന് പോയ അയ്യനാരാണെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇനി 12 വർഷം എന്റെ ജീവിതം ഇവിടെ ആയിരിക്കും. എന്റെ പഴയ മണ്ണ് എനിക്ക് തിരിച്ചു വേണമെന്ന് അയ്യനാര പുറക്കെ അവിടെ നിന്നിട്ട് പറയും. ഈ സമയത്ത് കേട്ട ഒരാൾ അയ്യനാരോട്, ഇവിടെ ഘടകൻ എന്ന ആചാനുഭാവമാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാട് പിടിക്കാൻ വന്ന 13 മല്ലന്മാരെ കൊന്നിട്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ് ആ രാക്ഷസൻ എന്നൊക്കെ പറയുന്നു. അവനെ പോയി വിളിക്കി, ഞാൻ കൊന്നുതരാം. എനിക്കിപ്പോ അതിന് കഴിയില്ല, എന്റെ ശിഷ്യൻ അവനെ കൊന്നോളൂ എന്ന് അയ്യനാര ആ നാട്ടുകാരോട് പറയുന്നു. ഘടകനെ കൊല്ലാൻ ആൾ വന്ന കാര്യം ആ നാട്ടിലെങ്ങും പറഞ്ഞു. അത് 2 ആളുകൾ ഘടകനോട് ചെന്ന് പറഞ്ഞു. ഘടകൻ അവരോട് ആ മല്ലയുദ്ധം നാളത്തേക്ക് വെക്കാൻ പറഞ്ഞിട്ട് ഗുഹയിലേക്ക് കയറിപ്പോയി. അയ്യനാരും കൂടെ വന്നവരും അന്ന് അവിടെ തങ്ങി. ഇതുവരെ നമ്മൾ വണ്ടിയിൽ കിടന്ന ആ യുവാവ് ആരാണെന്ന് കാണിച്ചിട്ടില്ല. ഈ സമയം ആ നാട്ടിലൊരു മുത്തശ്ശി കുറച്ച് കുട്ടികൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ മല്ലനായിരുന്നു ഈ അയ്യനാര്, ആരെയും കൂസാക്കാത്തവൻ. പക്ഷെ ഒരു ദിവസം ഇവിടെ ഒരു മല്ലൻ വന്നു, ഒരു ഗതയായിട്ട്. അന്ന് ആ ഗത പോലും പൊക്കാനായിട്ട് അയ്യനാർക്കായില്ല. ഒരു ആനയുടെ ഭാരം ഉണ്ടായിരുന്നു ആ ഗതയ്ക്ക്. ആ ഗത വെച്ചിട്ടാണ് അയാൾ എല്ലാവരുമായിട്ട് യുദ്ധം ചെയ്തത്. പിന്നെ പറയണ്ടല്ലോ, ഈ അയ്യനാരെ അയാൾ തോപ്പിച്ചു. അയ്യനാര് നാണം കെട്ട് പിന്നീട് ഇവിടെ ജീവിച്ചു. അയ്യനാരുടെ പെണ്ണും വീടും എല്ലാം ആ മല്ലന് സ്വന്തമായി. പെട്ടെന്ന് ഒരു ദിവസം ആ ഗത ഈ നാട്ടിൽ വെച്ചിട്ട് ആ മല്ലൻ എവിടേക്കോ പോയി. ഒരു ദിവസം ഇവിടെ വന്ന പട്ടാളം ഈ നാടിന് തീ വെച്ചു. പിന്നീട് ഈ നാട് പറങ്കികളുടെ അടിയിലായിരുന്നു. അതിനുശേഷമാണ് ഘടകം വന്നിട്ട് പറങ്കികളെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടത്. ഇപ്പൊ ആണെങ്കിൽ നമ്മൾ ഘടകന്റെ അടിമകളുമായി. അന്ന് അയ്യനാരെ തോപ്പിച്ച മല്ലന്റെ ഗത പൊക്കിയ ഒരേ ഒരാൾ ആ ഘടകനാണ്. അവനെ തോപ്പിക്കാനാണ് അയ്യനാര് ഈ ഞൊണ്ടിക്കാലായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്നൊരു കുട്ടി ആ മുത്തശ്ശിയോട്, അയാളല്ല, അയാളുടെ ഏതോ ഒരു ശിഷ്യനാണ് ഘടകനായിട്ട് യുദ്ധം ചെയ്തതെന്ന് ആ മുത്തശ്ശിനോട് പറയുന്നു. ഏതോ ഒരു വാലിബൻ. അത് കേട്ട് ആ മുത്തശ്ശി എന്തോ ഓർമ്മ വന്നോലെ ചിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു നാട്ടുകൂട്ടമാണ്. അവിടേക്ക് സ്വർണ്ണ ഗതയും തോളിൽ വെച്ചിട്ട് ഘടകൻ നടന്നു വരുന്നു. അവന്റെ കാലിലെ വജ്രം പിടിപ്പിച്ച് തടവള തിളങ്ങുന്നുണ്ട്. ആ നാട്ടിലുള്ള എല്ലാവരും ഘടകനെ വണങ്ങി നിൽക്കുകയാണ്. അവിടെ ഇരുന്ന ഒരു വലിയ കൂജയിലെ പാനീയം മുഴുവൻ അയാൾ ഒറ്റയ്ക്ക് കുടിക്കുന്നു. ഘടകൻ ഇടിക്കാൻ വന്ന മല്ലനെ കാണാനായിട്ട് വെമ്പി നിൽക്കുകയാണ് അവിടുത്തെ ആളുകൾ. ഈ സമയം ആ കാള വണ്ടിന് ഒരു 25 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് ഇറങ്ങി വരുന്നു. അവനെ കണ്ടതും ആളുകളുടെ പ്രതീക്ഷ മൊത്തം പോകുന്നു. അവനെ കണ്ട ഘടകൻ ചിരിക്കുന്നു. ഈ ഇത്തിരി പോകുന്ന പയ്യനാണോ എന്നെ മലർത്താൻ വന്നേക്കുന്നത്? ഇവന്റെ സാമാനം പോലും വെക്കാൻ പറ്റില്ല എന്ന് അയ്യനാരോട് ഘടകൻ പറയുന്നു. പിന്നെ നമ്മൾ കാണുന്നത് സ്ലോ മോഷനിൽ ആളുകൾ തുള്ളി ചാടുന്നതും കുറെ ആളുകൾ എന്തോ കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുന്നതും അയ്യനാര് അട്ടഹസിച്ച് ചിരിക്കുന്നതും ചിന്നപ്പയ്യന്റെ സന്തോഷം കൊണ്ടുള്ള തുള്ളിച്ചാട്ടവുമാണ്. കാലിൽ നിന്ന് മുകളിലേക്കുള്ള ഒരു ഷോട്ടിൽ അട്ടഹസിച്ച് ചിരിച്ചു നിൽക്കുന്ന ആ 25 വയസ്സുള്ള യുവാവിനെ കാണിക്കുന്നു. അവൻ ഘടകനെ 2 കൈയിൽ പൊക്കി നിർത്തിയിരിക്കുകയാണ്. അവിടെയുള്ള എല്ലാവരും വാലിബൻ വാലിബൻ എന്ന് ആർപ്പ് വിളിക്കുമ്പോൾ ഘടകനെ അയാളെ നിലത്തേക്ക് വലിച്ചെറിയുന്നു. അവന്റെ കഥ നിസാരമായിട്ട് എടുത്തു പോക്കിയിട്ട് ഘടകന്റെ നെഞ്ചിൽ കാല് വെച്ച് നിൽക്കുന്ന വാലിബനെ കാണിക്കുന്നു. അയ്യനാര് അപ്പോൾ അവിടെ നിന്നുണ്ട് ഉറക്കെ, മലൈക്കോട്ട കീഴടക്കിയ എന്റെ ശിഷ്യൻ, എന്റെ മകൻ, ആരാലും തോൽപ്പിക്കാൻ പറ്റാത്ത എന്റെ വാലിബൻ മലൈക്കോട്ടയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു, എന്റെ മലൈക്കോട്ട വാലിബൻ. അപ്പോഴാണ് മലൈക്കോട്ട വാലിബൻ എന്ന ടൈറ്റിൽ നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ 12 വർഷങ്ങൾ കഴിഞ്ഞു. ആ നാട്ടിലെ ആളുകളുടെ ജീവിതത്തിന് ഒരു ആശ്വാസം വന്നു. പക്ഷെ അയ്യനാരുടെ ലക്ഷ്യം ഇതൊന്നും അല്ലായിരുന്നു. വാലിബനെ ലോകത്തിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത അജയനായ ഒരു മല്ലനാക്കി മാറ്റണം. അതിന് ഈ ലോകം മുഴുവൻ കറങ്ങി നടന്നിട്ട് ഓരോരുത്തരെ തോപ്പിച്ച് വാലിബന്റെ പ്രശസ്തി ലോകം മുഴുവൻ ഉയർത്തണം. അങ്ങനെ ഇരിക്കെ ആ നാട്ടിലെ രാജാവ് അയ്യനാരെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. രാജാവിന് ഒരു ആവശ്യമുണ്ട്. പുള്ളിയുടെ എതിരാളിയായ ഒരു രാജാവിന്റെ നാട്ടിൽ മല്ല യുദ്ധത്തിൽ കേമനായിട്ടുള്ള ഒരു മല്ലനുണ്ട്, കേളു. അവനെ തോപ്പിക്കണം. അവനെ നാട്ടിൽ വെച്ച് തന്നെ അവനെ തോപ്പിക്കണം. മലൈക്കോട്ടയിലെ രാജാവിനോട് ആ നാട്ടിലെ രാജാവ് അപമര്യാദ കാണിച്ചു. ഈ കേളുവാണ് ആ രാജാവിന്റെ ബലം.
കേളുവിന് ഒരു 7 ശിഷ്യന്മാരുണ്ട്. അവർ 8 പേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു സൈന്യം പോലെയാണ്. അതുകൊണ്ട് വാലിബൻ അവിടേക്ക് ചെല്ലണമെന്നും കേളുവിനെ വധിക്കണമെന്നും രാജാവ് അയ്യനാരോട് പറയുന്നു. വാലിബന്റെ ശക്തി ലോകത്തിന് അറിയിക്കാൻ കിട്ടിയ അവസരമായതിനാൽ അയ്യനാര് വാലിബനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോകുന്നു. കേളുവിനെ തോൽപ്പിക്കാൻ ആൾ വന്ന് പറഞ്ഞിട്ട് ആ നാട് മുഴുവൻ കിടുങ്ങി. അയാളുടെ 7 ശിഷ്യന്മാരെയും തോൽപ്പിച്ചിട്ട് വേണം കേളുവായിട്ട് ഏറ്റുമുട്ടാൻ. ഇതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ ആളുകൾ അയ്യനാരെ പരിഹസിച്ചു. അപ്പോഴാണ് കേളുവിന്റെ 7 ശിഷ്യന്മാർ വരുന്നത്. 7 പേരും 7 തരത്തിലുള്ള യോദ്ധാക്കളാണ്. ഒരാൾ മല്ലയുദ്ധത്തിൽ കേമനാണെങ്കിൽ മറ്റൊരാൾ അമ്പയത്തിലും വാൾപ്പയറ്റിലും ഒക്കെ കേമന്മാരാണ്. അവര് 7 പേരും വാലിബനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയം കേളു അവിടേക്ക് വരുന്നു. അവൻ അവിടെ ഉള്ള ഒരു ചെയറിലിരിക്കുന്നു. തന്റെ ഒരു ശിഷ്യനെ പോലും തോൽപ്പിക്കാനായിട്ട് വാലിബനാവില്ല. അവനെ തോൽപ്പിച്ചിട്ട് വേണ്ടേ എന്നെ തോൽപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേളുവും ആ നാട്ടുകാരൊക്കെ കൂടി വാലിബനെയും അയ്യനാരെയൊക്കെ പരിഹസിക്കുക. അവരെല്ലാവരും കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാളവണ്ടിയുടെ അകത്ത് നിന്ന് വാലിബന്റെ ഒരൊറ്റ ചോദ്യം, കേളു നിന്റെ 7 ശിഷ്യരെ ഒരുമിച്ച് എന്റെ നേർക്ക് അയക്കാൻ നിനക്ക് പേടിയുണ്ടോ? ആളുകളെല്ലാം ആ ചോദ്യം കേട്ട് അമ്പരന്ന് നിൽക്കുമ്പോൾ നിറയെ മദ്യമുള്ള ഒരു കുടം വണ്ടിയിൽ നിന്ന് കേളു ഇരിക്കുന്ന കസേരയുടെ കാൽച്ചോട്ടിലേക്ക് വീണ് പൊട്ടുന്നു. ആ സമയം കാളവണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുന്ന വാലിബൻ ആടി നടന്ന് 7 ശിഷ്യന്മാരെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് മദ്യലഹരിയിൽ അവരെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലാലേട്ടന്റെ ഇൻട്രോ. അവർ 7 പേരും അവരുടെ സ്കിൽസ് ഷോക്കേസ് ചെയ്ത് അവരുടെ ആയുധങ്ങളായിട്ട് വാലിബന്റെ അടുത്തേക്ക് ഓടി അടുക്കുമ്പോൾ വാലിബൻ വളരെ സ്മൂത്ത് ആയിട്ട് 7 പേരെ ഇടിച്ചിടുന്നു. എന്നിട്ട് വാള് വെച്ച് വാൾപ്പയറ്റിൽ സ്കില്ലുള്ള 2 ആളോടും പിന്നീട് മല്ലയുദ്ധത്തിൽ സ്കില്ലുള്ളവനോടും ഉറുമിയും കടാരയുള്ളവനോടും വാലിബൻ അവരുടെ സ്കില്ല് വെച്ച് തന്നെ ഫൈറ്റ് ചെയ്യുന്നു. ഈ ഒരൊറ്റ ഫൈറ്റിലൂടെ വാലിബനെ എല്ലാ ആയോധന കലകളിലും പ്രാവീണ്യമുണ്ടെന്ന് കേളുവിന് മനസ്സിലാവുന്നു. അവന്റെ 7 ശിഷ്യരും നിലത്ത് വീണ് എടുക്കുമ്പോൾ ഒരു കരിങ്കല്ലിന്റെ ഗതയായിട്ട് കേളു വാലിബന്റെ അടുത്തേക്ക് ഓടിയെത്തുമ്പോൾ കേളുവിന് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ തന്റെ കഴുത്തിലെ ഷാൾ വെച്ചിട്ട് കീഴ്പ്പെടുത്തുന്നു. അത് കണ്ടു നിന്ന ചിന്ന പയ്യനും അയ്യനാരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അങ്ങനെ മല്ലനായ കേളുവിന്റെ എല്ലാം വാലിബന് സ്വന്തമാവുന്നു. ഇതാ നാട്ടിലെ രാജാവ് പറയുന്നു. ആ രാജാവിനെ കാണാനായിട്ട് മങ്ങാട്ട് ദേശത്തിലെ സൈനാധിപൻ ചമതകനും അവിടെ ഉണ്ടായിരുന്നു. കേളു ആശാന് വെറും ഒരു പീറത്തുണി വെച്ചൊരുത്ത് മലർത്തി അടിച്ചു എന്ന വാർത്ത ഒരു അത്ഭുതം പോലെയാണ് രാജാവും ചമതകനും കേട്ടത്. ഇതേസമയം മലൈക്കോട്ടയിലെ രാജാവ് ആക്ച്വലി വാലിബനെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ് കേളുവിന്റെ അടുത്തേക്ക് വിട്ടത്. കാരണം പറങ്കികളായിട്ട് ഈ രാജാവ് ഒരു ഡീലെത്തിയിരുന്നു. പറങ്കികൾക്കുള്ള എല്ലാ സഹായം ഈ രാജാവ് ചെയ്തു കൊടുത്തു. പകരം പറങ്കികൾ ആവശ്യത്തിന് പൊന്നും പണവും മലക്കോട്ടയിലെ രാജാവിന് കൊടുത്തു. പറങ്കികൾക്ക് മലയുടെ താഴ്വാരത്തിലുള്ള മലൈക്കോട്ട വേണമായിരുന്നു. മുന്നേ പറങ്കികൾ ആ നാട്ടിൽ വന്നപ്പോൾ ആ നാട്ടിലെ രാജാവ് അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് അന്ന് പറങ്കികൾ ആ ഗ്രാമത്തിന് തീയിട്ടത്. മലകളുടെ താഴ്വാരത്തിൽ ഒരു പോർച്ചുഗീസ് കോട്ട പണിയണം. അതായിരുന്നു പറങ്കികളുടെ ലക്ഷ്യം. വാലിബൻ അവിടെ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. അവൻ അതിന് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് രാജാവ് അവനെ വേറൊരിടത്തേക്ക് പറഞ്ഞു വിട്ടത്. അങ്ങനെ ചമതകൻ തന്റെ നാടായ മങ്ങാട്ടിലേക്ക് വാലിബനെ പോരിന് വിളിക്കുകയാണ്. പക്ഷേ അവിടെ വെച്ചൊരു വെല്ലുവിളിയുണ്ട്. മങ്ങാട്ടിലെ മല്ലനെ വാലിബൻ തോപ്പിച്ചു കഴിഞ്ഞാൽ ആ നാട് പിന്നെ വാലിബന്റെ അധീനതയിലാവും. ആ മല്ലന്റെ സർവ്വസമ്പത്തും വാലിബന്റെയും. ചമതകൻ മുടി മുണ്ടനം ചെയ്ത് ആ നാട്ടിൽ നിന്ന് പോകുകയും വേണം. വാലിബനോടും ഇതേ കാര്യം നിറവേറ്റിക്കൊള്ളണമെന്ന് ചമതകൻ പറഞ്ഞു. കേളുവാശാനെ വാലിബൻ തോപ്പിച്ചു വരും. ഇതിനോടകം തന്നെ മങ്ങാട്ടിലും പാട്ടായിരുന്നു. അതിനാൽ തന്നെ വാലിബനെ തോപ്പിക്കാൻ പാടായിരിക്കും എന്ന് മനസ്സിലാക്കിയ ചമതകൻ മങ്ങാട്ടിൽ ഫൈറ്റ് നടക്കുന്ന ഷെഡിൽ ഒരുപാട് ചതികൾ ഒരുക്കി. മങ്ങാട് മല്ലൻ വാലിബൻ നല്ലൊരു എതിരാളിയായിരുന്നു. അവൻ വാലിബനെ പോലെ തന്നെ 18 അടവുകളും പഠിച്ചവനായിരുന്നു. ഒരുപാട് ചതിപ്രയോഗങ്ങൾ നടത്തിയെങ്കിലും മങ്ങാട് മല്ലനും വാലിബൻ തോപ്പിച്ചു. കാരണം അവിടെ ശക്തി വെച്ചിട്ടുള്ള ഫൈറ്റിലായിരുന്നു. ബുദ്ധിയും അടവുകളും വെച്ചിട്ടുള്ളതായിരുന്നു. വാലിബൻ ജയിച്ചതിന് ശേഷം ആ ഷെഡും സിനിമയിലേതുപോലെ വാലിബൻ പൊളിച്ചു കളയുന്നു. അതുപോലെ ചമതകന്റെ മുടിയും താടിയും വലിച്ച് ബെറ്റ് പോലെ തന്നെ ആ നാട്ടിൽ നിന്ന് അവനെ തുരുത്തുന്നു. അങ്ങനെ മങ്ങാട് മല്ലനെ തോപ്പിച്ച വാലിബനെ സന്തോഷിപ്പിക്കാനായിട്ട് മങ്ങാട്ടുകാർ രംഗപട്ടണം എന്ന ദേശത്തെ രംഗറാണി എന്ന നർത്തകീനെ അവിടേക്ക് കൊണ്ടുവന്നു. അവിടെ നമ്മൾ ബാഹുബലിയിലെ മനോഹരി പോലെ ഒരു ഐറ്റം ഡാൻസ്. അതിനുശേഷം അന്ന് രാത്രി രംഗറാണിയും വാലിബനും ഒരുമിച്ചായിരുന്നു. ഇതെല്ലാം ചമതകൻ ചാരം വഴി അറിഞ്ഞിരുന്നു. താൻ കണ്ണുവെച്ച തന്റെ മോഹറാണിയെ വാലിബൻ പ്രാപിച്ചു എന്നതറിഞ്ഞോടെ ചമതകൻ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി. ഇതേ സമയം തന്നെ മലക്കോട്ടയിൽ പറങ്കികൾ കോട്ടയുടെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് കെട്ടിക്കഴിഞ്ഞിരുന്നു. ആ നാട്ടിലെ രാജാവിനെയും പറങ്കികൾ കൊന്നുകളഞ്ഞു. എന്നിട്ട് ആ താഴ്വാരം മുഴുവനായിട്ട് പറങ്കികൾ കയ്യേറി. ആ നാട്ടിലെ മുഴുവൻ ആളുകളെയും പറങ്കികൾ അടിമകളാക്കി വെച്ചു. ആ നാട്ടിലെല്ലാവരും തങ്ങളുടെ സേവർ ആയിരുന്ന വാലിബന്റെ വില മനസ്സിലാക്കി. എത്രയും പെട്ടെന്ന് വാലിബൻ അങ്ങോട്ട് തിരിച്ചു വരാനായിട്ട് അവർ കാത്തിരുന്നു. ഇതേ സമയം ഇനിയും വാലിബൻ അങ്ങാട്ട് നിന്ന് കഴിഞ്ഞാൽ തന്റെ ലക്ഷ്യം നിറവേറ്റാനാകില്ലെന്ന് മനസ്സിലാക്കി വാലിബനെ അവർന്ന് അയ്യനാർ കൊണ്ടുപോകുന്നു. പക്ഷേ അതിനു മുന്നേ രംഗറാണി വാലിബനോട് ഒരു ഹെൽപ്പ് ചോദിക്കുന്നു. രംഗപട്ടണത്ത് തന്റെ മേൽ കണ്ണുവെച്ചിരിക്കുന്ന ഗിംസൺ എന്നൊരുത്തനുണ്ട്. അവനാണ് എന്റെ നാട്ടിലെ മല്ലൻ. അവന്റെ അടുത്ത് പെടാതിരിക്കാനാണ് ഞാൻ നാട് തോറും ഇങ്ങനെ ഓടി നടക്കുന്നത്. മനുഷ്യരെ കഴിക്കുന്ന നരഭോജിയായ അയാളെ തനിക്ക് വേണ്ടി കൊന്നു തരാമോ എന്ന് രംഗറാണി ചോദിക്കുമ്പോൾ വാലിബൻ അതിന് വാക്ക് കൊടുക്കുന്നു. വാലിബന് രംഗറാണിയോട് ഒരു ഇഷ്ടമുണ്ട്, അവൾക്കും അത് തിരിച്ചുണ്ട്. പക്ഷെ അവരത് പരസ്പരം പറഞ്ഞില്ല. അയ്യനാരുടെ ആജ്ഞയ്ക്ക് അനുസരിച്ച് നീങ്ങുന്ന ഒരു കളിപ്പാട്ടം ആയതിനാലാണ് വാലിബൻ അത് തുറന്നു പറയാത്തത്. ഒരു മല്ലനെ കൊല്ലുന്ന സഹായം ചോദിച്ചുകൊണ്ട് അയ്യനാരും ഇതിനൊന്നും പറഞ്ഞില്ല. ഇതേ സമയം ചമതകൻ മലക്കോട്ടയിലേക്ക് അഭയം തേടിയെത്തുന്നു. അവൻ മങ്ങാട്ടിലെ സേനാധിപനായതിനാൽ എളുപ്പത്തിൽ തന്നെ ചമതകന് പറങ്കികളോടൊപ്പം കൂടാൻ സാധിച്ചു. വാലിബൻ ഉറപ്പായിട്ടും ഈ നാടിനെ രക്ഷിക്കാനായിട്ട് വരുന്നതും കാത്ത് പറങ്കികളുടെ ഒപ്പം ആ നാട്ടിൽ ഓരോരുത്തരെയും ചമതകൻ അടിച്ചമർത്തിക്കൊണ്ടിരുന്നു. ഇവിടെയാണ് നമ്മൾ ഇന്റർവ്യൂല് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ രംഗറാണിയും വാലിബനും സംഘവും കൂടെ രംഗപട്ടണത്തേക്ക് പോകും വഴി മറ്റൊരു പെണ്ണിനെ കൂടെ കൂട്ടുന്നു. ജമന്തി എന്നതാണ് അവളുടെ പേര്. രംഗപട്ടണത്തിൽ ഒരു കാട്ടിൽ വസിക്കുന്ന ഒരു ആദിവാസി സ്ത്രീയായിരുന്നു അവള്. സിനിമയിലേതുപോലെ തന്നെ വഴിയിൽ വെച്ചൊരു ലിഫ്റ്റ് വെച്ചിട്ടാണ് ജമന്തി ഇവരുടെ വണ്ടിയിലേക്ക് കയറുന്നത്. ചിന്നപ്പയ്യനെ കണ്ടതും അവൾക്ക് അവനോടൊരു മോഹം തോന്നി. പക്ഷെ അവരുടെ രംഗപട്ടണത്തിലേക്കുള്ള പോക്കിന് ലക്ഷ്യം അവിടുത്തെ മല്ലനായ ഗിംസനെ കൊല്ലാനാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ ഒന്ന് ഞെട്ടി. 15 അടി പൊക്കമുള്ള 2 ആനയുടെ ശക്തിയുള്ള മനുഷ്യനെ ഭക്ഷിക്കുന്ന നരഭോജിയാണ് ഗിംസൺ എന്ന് അവൾ അവരോട് പറഞ്ഞു. പക്ഷെ വാലിബന്റെ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് മനസ്സിലാക്കി അവള് അവരോടൊപ്പമുള്ള യാത്ര അവസാനിപ്പിച്ചു. ഒരു വഴി കാണിച്ചിട്ട് അവിടെയാണ് ഗിംസൺ ഉള്ളതെന്നും രാത്രിയിൽ അവന്റെ കൺമുന്നിൽ വന്ന എല്ലാ ജീവികളെയും അവൻ വേട്ടയാടി ഭക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. വാലിബന്റെ സംഘവും കാളവണ്ടി ഒരിടത്ത് വെച്ചുകൊണ്ട് ജമന്തി കാണിച്ച കാട്ടിനുള്ളിലേക്ക് പോകുന്നു. മനുഷ്യന്റെ മണമടിച്ച ഗിംസൺ വാലിബന്റെയും സംഘത്തിന്റെയും മുന്നിൽ വന്ന് നിൽക്കുന്നു. 15 അടി പൊക്കമുള്ള ഒരാൾ, കറുത്തിരണ്ട രൂപം, നീളം മുടി. ഗിംസൺ രംഗറാണിയെ കണ്ടത് ഞെട്ടിപ്പോയി. ഞാൻ മോഹിച്ച പെണ്ണാണ് ഇവൾ. നിങ്ങളെല്ലാം കൊന്ന് ഇവളെ ഞാൻ പ്രാപിക്കുമെന്ന് ഗിംസൺ വിളിച്ചു പറയുന്നു. വാലിബൻ ഒരു ചെറു പുഞ്ചിരിയോടെ ഞാൻ മലക്കോട്ട മല്ലൻ, മലക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ഗിംസൺ ഞെട്ടുന്നു. എന്റെ അനിയൻ ഘടകനെ കൊന്ന മല്ലൻ നീയാണോ എന്ന് വാലിബനോട് ചോദിക്കുന്നു. അത് കേട്ട് വാലിബൻ പുഞ്ചിരിക്കുന്നു. വാലിബൻ അവനോട് നിന്റെ കാലിൽ കിടക്കുന്ന വജ്രം പതിപ്പിച്ച പോലത്തെ
പിടിപ്പിച്ചൊരു തടവള ഘടകന്റെ കാലിലുണ്ടായിരുന്നു. സോ നിങ്ങൾ രണ്ടുപേരും കൊല്ലാനുള്ള ഭാഗ്യം കിട്ടിയത് എനിക്കാണെന്ന് വാലിബൻ ചിരിച്ചുകൊണ്ട് ഗിംസനോട് പറയുന്നു. ആ സമയം ഘടകന്റെ കാലിലേതുപോലെ ഗിംസന്റെ കാലിൽ കിടക്കുന്ന വജ്രം പതിപ്പിച്ച തടവള നമ്മൾ കാണിക്കുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ ഗിംസന് ഞെട്ടി. തന്റെ അനിയനെ കൊന്ന മല്ലൻ തന്റെ മുന്നിൽ താൻ ഇത്രയും നാൾ തേടി നടന്നവൻ. വാലിബനാണ് ഗിംസന്റെ അനിയനെ കൊന്നതെന്ന് കേട്ടപ്പോൾ രംഗറാണിയും ഞെട്ടി. ഇത്രയും നേരം വാലിബന് ഗിംസനെ കൊല്ലാൻ പറ്റുമെന്നൊരു സംശയം റാണിക്കുണ്ടായിരുന്നു. എന്നാൽ ഇനി ഗിംസൻ സൂര്യോദയം കാണില്ലെന്ന് അവൾ ഉറപ്പിച്ചു. അങ്ങനെ വാലിബനും ഗിംസനും തമ്മിലുള്ള യുദ്ധം തുടങ്ങി. ഗിംസൻ കാട്ടിൽ ഓരോ മരങ്ങൾ വരെ വാലിബനെ നേരെ പിഴുതെറിഞ്ഞു. വാലിബൻ എല്ലാത്തിനെയും ഡിഫെൻഡ് ചെയ്തിട്ട് അവസാനം ഗിംസന്റെ ഷോൾഡറിൽ ചാടി കയറിയിരുന്ന് ഗിംസന്റെ മസ്തിഷ്കത്തിൽ കൈകൊണ്ട് ആഞ്ഞടിച്ച് അവനെ തറപറ്റിച്ചു. അവന്റെ നെഞ്ചിൽ നിന്നും വാലിബൻ ഗിംസന്റെ ഹൃദയം പിളർന്നെടുത്തിട്ട് റാണിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ ഹൃദയത്തിലായിരുന്നില്ലേ നിന്റെ സ്ഥാനം, ഇനി ഈ ഹൃദയം അവന്റെ ശരീരത്തിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവർ പോകുന്നു. പിറ്റേന്ന് രംഗപട്ടണത്തിലെ ആളുകൾ കാണുന്നത് മരിച്ചു കിടക്കുന്ന ഗിംസന്റെ അടുത്ത് വാലിബൻ ഇരിക്കുന്നതാണ്. ചത്തു കിടക്കുന്ന ഗിംസന്റെ മുന്നിലായിട്ട് ഒരു കുട്ടയുണ്ട്. അതിൽ ഗിംസന്റെ ഹൃദയവും. അത് കണ്ട നാട്ടുകാർ ഞെട്ടിപ്പോയി. നരഭോജി ഗിംസനെയും അവന്റെ അനിയൻ ഘടകനെയും കൊന്ന വാലിബനെ അവർ വാനോളം പുകഴ്ത്തി. പക്ഷെ ഗിംസന്റെ മരണം കണ്ട് ഒരാളെ ആ നാട്ടിൽ കരഞ്ഞോളൂ. അത് വഴിയിൽ വെച്ച് വണ്ടി കയറിയ ജമന്തിയായിരുന്നു. അവള് ഗിംസന്റെയും വാലിബൻ മുന്നു വന്ന ഘടകന്റെയും അനിയത്തിയായിരുന്നു. ആ നാട്ടിൽ അത് ആർക്കും അറിയില്ലായിരുന്നു. കാരണം ആ നാട്ടിൽ ഒരു അനാഥ പെണ്ണിനെ പോലെയാണ് അവള് ജീവിച്ചിരുന്നത്. ആ നാട്ടിലേക്ക് വരുന്ന ആളുകൾ വഴി തെറ്റിച്ചിട്ട് ഗിംസന്റെ അടുത്തേക്ക് വിടുന്നത് ജമന്തിയായിരുന്നു. ചേട്ടന്മാരെ പോലെ അവൾക്ക് ശക്തിയില്ലായിരുന്നു. അവളുടെ ശക്തി വശീകരണവും കുബുദ്ധിയുമായിരുന്നു. അങ്ങനെ ഗിംസനെ കൊന്ന വാലിബനോടുള്ള സന്തോഷത്തിൽ അവിടെ രംഗറാണിയുടെയും ആ നാട്ടിൽ മറ്റു പെണ്ണുങ്ങളുടെയും വകയുള്ള അടുത്ത ഐറ്റം ഡാൻസ് ആണ് വരുന്നത്. ഈ ഡാൻസിനിടയിൽ ജമന്തി ചിന്ന പയ്യനെ വളച്ചെടുത്തു. അന്ന് രാത്രി വാലിബൻ റാണിയോടൊപ്പം ചിന്നപ്പയ്യൻ ജമന്തിയോടൊപ്പം ഉറങ്ങി. അയ്യനാരാശാനും അതിയായ സന്തോഷത്തിലായിരുന്നു. വാലിബൻ ഗിംസനെ തീർത്തത് ആ നാടെങ്ങും പാട്ടായി. അപ്പോൾ രംഗപട്ടണത്തേക്ക് ഒരു ചാരം വരുന്നു. അവൻ വാലിബനോട് മലക്കോട്ടയിലെ അവസ്ഥ പറയുന്നു. നിന്നെ അവിടെ നിന്ന് മാറ്റി നിർത്തിയത് രാജാവിന്റെ കുബുദ്ധിയായിരുന്നെന്നും രാജാവ് നമ്മുടെ ഗ്രാമ പറങ്കികൾക്ക് കോട്ട പണിയാൻ കൊടുത്തതും അവസാനം രാജാവിനെയും സൈന്യത്തിനെയും കൊന്ന് ഗ്രാമത്തിലെ ആളുകളെല്ലാം പറങ്കികളെ അടിമകളാക്കി വെച്ചിരിക്കുകയാണെന്ന് വാലിബനോടും അയ്യനാരോടും പറയുന്നു. ഇത് കേട്ട് വാലിബന്റെ രക്തം തളച്ചു. അങ്ങനെ രംഗറാണിയോട് യാത്ര പറഞ്ഞ് വാലിബനും അയ്യനാരും ചിന്നപ്പയ്യനും കൂടെ മലക്കോട്ടയിലേക്ക് പോകുന്നു. ജമന്തിയെ പിരിയുന്ന ചിന്നപ്പയ്യനെ കണ്ട വാലിബൻ അവളെയും കൂടെ കൂട്ടാൻ പറയുന്നു. അങ്ങനെ ജമന്തിയും അവരോടൊപ്പം യാത്ര വന്നു. അങ്ങനെ അവർ മലക്കോട്ടയിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് അടിമകളായ തന്നെ നാട്ടുകാരെ കണ്ടതിനേക്കാൾ ദേഷ്യം വാലിബന് രാജസദസ്സിൽ ചമതകനെ കണ്ടപ്പോൾ തോന്നി. അവൻ വാലിബനെ നോക്കി കളിയാക്കി ചിരിച്ചു. പറങ്കി രാജാവ് ഞങ്ങളുടെ മല്ലന്മാരെ തോപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മലക്കോട്ട വിട്ട് പോകാമെന്നും ഇനി വാലിബൻ തോറ്റു കഴിഞ്ഞാൽ പറങ്കികൾക്ക് അടിമയായിട്ട് നിൽക്കണമെന്നും ബെറ്റ് വയ്ക്കുന്നു. വാലിബൻ അത് സമ്മതിച്ചു. പിറ്റേന്ന് രാത്രി മത്സരം ഉറപ്പിച്ചു. എന്നാൽ ഇതിനിടയിൽ ചമതകന് ജമന്തിയെ കണ്ടിട്ട് ഒരു മോഹുദിച്ചു. രാത്രിയിൽ ചിന്നപ്പയ്യൻ ഇല്ലാത്തപ്പോൾ അവളുടെ മുറിയിലേക്ക് ചമതകൻ ചെന്നു. ആ സമയം അവൾ മുറിയിൽ അവളുടെ പാണ്ടത്തിൽ നിന്ന് വജ്രം പിടിപ്പിച്ചൊരു തടവള എടുത്ത് പിടിച്ച് പൊട്ടിക്കരയാണ്. അത് കണ്ടപ്പോൾ തന്നെ ചമതകന് കാര്യം കത്തി. പുതിയ വഴി തെളിഞ്ഞെന്ന മട്ടിൽ അവൻ അവിടെ നിന്ന് പോയി. പിറ്റേന്ന് ചമതകൻ ജമന്തിയെ കണ്ടു. നീ ഘടകന്റെയും ഗിംസന്റെയും ചോരയാണെന്ന് എനിക്കറിയാം. നിന്റെ ചോരയെ കൊന്ന വാലിബനെ കൊല്ലാൻ നിനക്ക് ആഗ്രഹമില്ലെന്ന് ചമതകൻ അവളോട് ചോദിക്കുന്നു. ആ സമയം അരക്കെട്ടിൽ നിന്ന് ഒരു ചെറിയ കുപ്പി അവൾ ചമതകന് കൊടുക്കുന്നു. ഇത് കാളിയ സർപ്പത്തിന്റെ വിഷമാണ്. രണ്ടാനയെ വീഴ്ത്താനായിട്ട് ഇത് മതി. ഇത് നീ അവന് കൊടുത്തു കഴിഞ്ഞാൽ പോരിനിടയിൽ അവൻ മരിക്കും. പദ്ധതിയായിട്ട് എന്റെ കയ്യിൽ ഇനിയും ഒരു കുപ്പി കൂടി ഉണ്ട്. അത് വെച്ചിട്ട് ചിന്നപ്പയ്യനെയും അയ്യനാരെയും തീർക്കണം. പിന്നീട് ജമന്തി നിനക്ക് വേണ്ടതെല്ലാം തരുമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. അങ്ങനെ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് സിനിമയിലേതുപോലെ വാലിബന്റെ ദേഹത്ത് ഈ വിഷം ചമതകം കുത്തിവെക്കുന്നു. പിന്നീട് സിനിമയിലേതുപോലെ വിദേശികളായിട്ടുള്ള വാലിബന്റെ ഫൈറ്റാണ്. ഫൈറ്റിനിടയിൽ വിഷത്തിന്റെ എഫക്ട് കിട്ടിയ വാലിബന്റെ കാലിടറി തുടങ്ങി. വാലിബൻ തോൽക്കുന്നത് കണ്ടിട്ട് ചമതകനും ജമന്തിയെ സന്തോഷത്തോടെ നോക്കി നിന്നു. പക്ഷെ കാലിടറിയിട്ടും ഈ രണ്ടുപേരെയും വാലിബൻ സദസ്സിൽ വെച്ചിട്ട് തീർത്തു. പക്ഷെ പറഞ്ഞ വാക്ക് പാലിക്കാതെ വാലിബനെ പറങ്കികൾ പിടിച്ചു കെട്ടി. പിറ്റേന്ന് വാലിബനെ സിനിമയിലേതുപോലെ തൂണുകളിൽ കെട്ടിയിട്ടു. പിന്നീട് വാലിബൻ തൂണുകൾ മറച്ചിട്ടിട്ട് തന്റെ നാട്ടുകാരെയും കൂട്ടിയിട്ട് പറങ്കികളോട് യുദ്ധം ചെയ്യുന്നു. എല്ലാവരെയും കൊന്ന് വാലിബൻ വീണ്ടും തന്റെ നാട് കൈയടക്കി. ഈ ഫൈറ്റിൽ ജയിച്ച വാലിബനെ ഇനി ആർക്കും തോൽപ്പിക്കാനാവില്ലെന്ന് ചമതകനും ജമന്തിക്കും മനസ്സിലാവുന്നു. ആദ്യം ചെറുപ്പത്തിൽ വാലിബൻ ഘടകനെ കൊന്നപ്പോൾ അവൻ നാട്ടിലേക്ക് തിരിച്ചു വരുമെന്ന അയ്യനാരുടെ വാക്ക് നിറവേറി. നിന്റെ വരവിൽ 7 മലയും 7 കടലും കുലുങ്ങുമെന്ന് പറഞ്ഞത് പറങ്കികളെ വാലിബൻ ഓടിച്ചപ്പോൾ നിറവേറി. ആജാനുബാഹുവായ അജയനായ അമാനുഷികനായ വാലിബനെ പറ്റിയായി മുഴുവൻ സംസാരവും. ചമതകനും ജമന്തിയും ഒരു അവസരത്തിനായിട്ട് തക്കം പാർത്തിരുന്നു. അന്ന് രാത്രി ഒരു അത്താഴം ഇരുന്നായിരുന്നു. വാലിബൻ ജയിച്ചതിന് സന്തോഷം. ജമന്തി ഒറ്റയ്ക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന വിഷം അത് വാലിബന് കൊടുക്കാനുള്ള ഭക്ഷണത്തിൽ കലക്കി. വാലിബൻ ബോധം കെട്ട് വീഴുമ്പോൾ കൊല്ലാനായിരുന്നു അവളുടെ പ്ലാൻ. പക്ഷെ ജമന്തി വിചാരിച്ച പോലെയല്ല സംഭവിച്ചത്. വിഷമുള്ള ഭക്ഷണം കഴിച്ചത് ചിന്നപ്പയ്യനായിരുന്നു. അവൻ തൽക്ഷണം ചോര ഛർദ്ദിച്ച് മരിച്ചു. പക്ഷെ ചമതകനാകും ഇതിന് പിന്നിൽ എന്ന് വിചാരിച്ച വാലിബനും അയ്യനാരും അന്ന് ചമതകനെ പിടികൂടി. അവനിൽ നിന്നാണ് ജമന്തിയാണ് എല്ലാത്തിനും പിന്നിൽ എന്ന് മനസ്സിലാക്കി വാലിബൻ ജമന്തിയെ കൊല്ലാനായിട്ട് പുറപ്പെട്ടു. അവളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ വാലിബൻ ഞെട്ടിപ്പോയി. എന്റെ സഹോദരങ്ങളായ ഘടകനെയും ഗിംസനെയും കൊന്നതുകൊണ്ടാണ് വാലിബനെ അവൾ കൊല്ലാൻ ശ്രമിച്ചതെന്ന് വാലിബനോട് അവൾ പറഞ്ഞു. പക്ഷെ തന്റെ മകനെ കൊന്ന ജമന്തിനെ വെറുതെ വിടാനായിട്ട് അയ്യനാരും ഒരുക്കായിരുന്നില്ല. അയ്യനാര് വാലിബനോട് അവളെ കൊല്ലാൻ പറഞ്ഞു. പക്ഷെ വാലിബൻ അത് ചെവിക്കൊണ്ടില്ല. ആശാന്റെ ആജ്ഞ ആദ്യമായിട്ട് തെറ്റിച്ചു കഴിഞ്ഞാൽ വാലിബനോട് ഇനി മുതൽ നീ എന്റെ ശിഷ്യനല്ല, നിന്നെ തോപ്പിക്കാൻ പോകുന്നയാളെ ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ജമന്തിയെ ഒന്നും ചെയ്യാതെ അയ്യനാർ അവിടെ നിന്ന് പോയി. നിന്റെ 2 ചേട്ടന്മാരെ കൊന്നതിന് പകരമായിട്ട് എന്റെ അനിയനെ കൊന്ന് നിന്നെ വെറുതെ വിടുന്നു എന്ന് വാലിബൻ അവളോട് പറയുന്നു. ആശാന്റെ വാക്ക് ധിക്കരിച്ചതിലുള്ള കുറ്റബോധത്തിൽ നെഞ്ചു പിടഞ്ഞു നിൽക്കുമ്പോൾ ജമന്തി തന്റെ അരയിലുള്ള കത്തി കൊണ്ട് ഇന്നിൽ നിന്ന് വാലിബന്റെ പുറത്ത് കുത്തുന്നു. അതിന്റെ ദേഷ്യത്തിൽ വാലിബൻ ജമന്തിയെ കഴുത്തിന് പിടിച്ച് പൊക്കി കഴുത്തൊടിച്ച് കൊന്നു കളഞ്ഞു. ഈ സമയം ഒറ്റക്കായി അയ്യനാര് ഒരു സ്ഥലത്തിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടേക്ക് ചമതകം കടന്നു വന്നു. അതുപോലെ തന്നെ വാലിബൻ മലക്കോട്ടയിലെ ഒരു വീടിന്റെ ഉമ്പർത്ത് ചോര വാർന്നിരിക്കുകയാണ്. ആ സമയം തുടക്കത്തിൽ കുട്ടികളോട് അയ്യനാരുടെ കഥ പറഞ്ഞ് മുത്തശ്ശി വാലിബന്റെ അടുത്തേക്ക് വന്ന് പണ്ട് അയ്യനാരെ തോപ്പിച്ച മല്ലന്റെ കാര്യം പറയുകയാണ്. ഇത്ര നാൾ വാലിബന്റെ ഒപ്പം എപ്പോഴും അയ്യനാരുള്ളതുകൊണ്ട് ആ മുത്തശ്ശിക്ക് ഡയറക്റ്റ് ആയിട്ട് വരാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഒരു അവസരം കിട്ടിയോണ്ടാണ് ആ മുത്തശ്ശി വാലിബന്റെ അടുത്തേക്ക് വന്നത്. ആ മുത്തശ്ശി വാലിബനോട് അന്ന് ഭാര്യയും മലക്കോട്ടയിൽ നഷ്ടപ്പെട്ട അയ്യനാര് ഇവിടെ ആ മല്ലന്റെ അടിമയായിട്ട് ജീവിച്ചു. അപ്പോൾ വാലിബൻ ആ മുത്തശ്ശിനോട് ആശാനെ തോപ്പിച്ച മല്ലനാരാണ്? ആശാനെ തോപ്പിച്ച മല്ലന്റെ പേര് ചോദിക്കുമ്പോൾ മോന്റെ പേരായിരുന്നു അയാൾക്കും വാലിബൻ.
മലൈവേട്ട വാലിബൻ. ഉള്ള സീൻസ് മുഴുവൻ പാരലായിട്ടാണ് കാണിക്കുന്നത്. അതേസമയം കുടിച്ചു പൂസായ അയ്യനാര് ചമതകനോട് തന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് അവൻ എന്റെ നാടും ഭാര്യയും എടുത്തു, ഞാൻ അവന്റെ അടിമയായി തീർന്നു. അന്ന് എന്റെ ഭാര്യയിൽ അവനൊരു കുഞ്ഞുണ്ടാവുന്ന വരെ ഞാൻ അവന്റെ ആജ്ഞകളെല്ലാം അനുസരിച്ചു. ഒരു ദിവസം പെട്ടെന്ന് ആ മല്ലൻ ഇവിടുന്ന് അപ്രത്യക്ഷനായി. പിന്നീട് അവൾക്ക് പേറ്റുനോവ് വന്ന രാത്രിയാണ് പറങ്കികളി ഗ്രാമം ആക്രമിച്ചത്. അവളുടെ കുഞ്ഞിനെ പ്രസവിച്ച ശേഷം അവളുടെ പൊക്കിൽ കൂടി മുറിച്ച കത്തി കൊണ്ട് അവളെ ഞാൻ കൊന്നു. കുട്ടിക്കിടാനായിട്ട് ആ മല്ലൻ കൊടുത്ത അവന്റെ കുണ്ടനെ ഞാൻ അവിടെ വെച്ച് തന്നെ ആ കുഞ്ഞിന്റെ ചെവിയിൽ ഇട്ട് കൊടുത്തു. ഇന്ന് ഞാൻ ജീവിക്കുന്നത് ആ അപ്പനെയും മകനെയും തമ്മിൽ തലിച്ച് അവരുടെ രക്തം കുടിക്കാനാണ്. ഇതിന് ഒരിക്കലും വാലിബൻ അറിയരുത്. മാത്രമല്ല എന്റെ ലക്ഷ്യം ഞാൻ ഒറ്റയ്ക്ക് നിറവേറ്റിക്കൊള്ളാം എന്ന് അയ്യനാര് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ചമതകൻ ചോര തുപ്പി വീഴുകയാണ്. അത് കണ്ട അയ്യനാര് ചിരിച്ചുകൊണ്ട് നടക്കുന്നു. ഇതേ സമയം ആ മുത്തശ്ശി വാലിബനോട് പറയാണ്, മലയവേട്ട വാലിബന്റെ ചെവിയിലും മോന്റെ കാതി കിടക്കുന്ന പോലത്തെ ഒരു കുണ്ടലുണ്ടായിരുന്നു. അയ്യനാര് പണ്ടേ പാമ്പായിരുന്നു, വിഷം ചീറ്റുന്നവൻ. മോനൊന്ന് സൂക്ഷിച്ചു എന്ന് വാലിബനോട് പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ അവസാനമായിട്ട് ആ മുത്തശ്ശി ഒരു കാര്യം കൂടി അവനോട് കൂട്ടിച്ചേർക്കുന്നു. എന്നെ പോലെ പല നാട്ടിലുള്ള ശക്തന്മാരായ മല്ലന്മാരെ തേടി പിടിച്ചു കൊന്ന് ആ നാട് ഏറ്റെടുക്കുന്നവനായിരുന്നു മലയവേട്ട വാലിബൻ. ഈ നാട്ടിൽ മലയവേട്ട വാലിബന്റെ മുകളിൽ ഒരു മല്ലനെ ലോകം പുകഴ്ത്തി കഴിഞ്ഞാൽ ആ മല്ലനെ ഇല്ലാതാക്കാനായിട്ട് അയാൾ വരുമെന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പോയത്. ഒരേ സമയം വലുതാകാനും ചെറുതാകാനും കഴിയുന്ന മലയവേട്ട എന്ന അമാനുഷികനെ മോൻ സൂക്ഷിക്കണം. അവനെ തിരിച്ചറിയാനുള്ള ഒരു അടയാളം കൂടെ മുത്തശ്ശി പറഞ്ഞുതരാം. അവന്റെ 2 കാലിലും വജ്രങ്ങൾ പിടിപ്പിച്ച 2 തടവളകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് നടന്നകലുമ്പോൾ വാലിബന്റെ മനസ്സിൽ മിന്നി മാഞ്ഞു പോയത് ഗഡകന്റെയും കിംസന്റെയും കാലിലെ വജ്രം പിടിപ്പിച്ച തടവളകളും ജമന്തിയുടെ മുഖവുമായിരുന്നു. ഈ സമയം വാലിബൻ ഞെട്ടിത്തിരിച്ച് ഇരിക്കുകയാണ്. പിന്നീട് വാലിബൻ തലപൊക്കി മലയിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ മനുഷ്യൻ മുടിയൊക്കെ നീട്ടി വളർത്തി മലയുടെ മുകളിൽ വാലിബനെ നോക്കി നിൽക്കുന്നതാണ് വാലിബൻ കാണുന്നത്. വാലിബൻ ആ മലയുടെ നേരെ എതിർവശത്തുള്ള മലയിലേക്ക് ചാടിക്കേറി അയാൾ നോക്കി നിൽക്കുന്നു. അയാൾക്ക് വാലിബന്റെ അതേ മുഖമാണ്. ചെവിയിൽ കുണ്ടലുമില്ല, കാലിൽ തടവളയില്ല. തടവള കിടന്നതിന്റെ പാട് മാത്രം വിസിബിൾ ആണ്. മലയിടിയുന്ന ശബ്ദത്തോടെ വാലിബന്റെ എതിരെയുള്ള മല്ലൻ വാലിബനോട്, അയ്യനാരുടെ ആജ്ഞയ്ക്കനുസരിച്ച് കറങ്ങുന്ന കഴുതേ, അവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സ്വന്തം ചോരയെ തീർത്ത നീ ഇതുവരെ കണ്ടതെല്ലാം പോയി, ഇനി കാണപ്പോറത് താൻ നിജം എന്ന് പറഞ്ഞുകൊണ്ട് ആ മാമല്ലൻ തന്റെ കൈ പൊക്കുമ്പോൾ ആ മലയുടെ താഴ്വരയിലുള്ള മലക്കോട്ടയിൽ നിന്ന് അവന്റെ സ്വർണത്തിന്റെ ഗത പറന്നു വന്ന് അവന്റെ കയ്യിലിരിക്കുന്നു. ആ ഗതയുമായിട്ട് ആ മല്ലൻ നേരെ മലക്കോട്ട വാലിബന്റെ നേർക്ക് ചാടുകയാണ്. മലക്കോട്ട വാലിബൻ തിരിച്ച് അവന്റെ നേർ. അവിടെ സ്ക്രീൻ ഡാർക്കാവുന്നു, പണം കഴിയുന്നു. വാലിബന്റെ അമ്മയിൽ നിന്നല്ലെങ്കിലും സ്വന്തം അച്ഛന്റെ ചോരയെ കൊന്ന മലക്കോട്ട വാലിബൻ ഒരു വശത്ത്, തന്റെ മകൻ തന്നെയാണ് തന്റെ മറ്റു മക്കളെ കൊന്നതെന്നറിഞ്ഞ വാലിബനോട് പകരം ചോദിക്കാൻ വന്ന അമാനുഷികനായിട്ടുള്ള മലയവേട്ട വാലിബൻ മറുവശത്തും. രണ്ടുപേരുടെയും നടുക്ക് തന്റെ പ്രതികാരം തീർക്കാൻ വന്ന അയ്യനാർ. അങ്ങനെ ഈ സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, ഇതാണ് എന്റെ മലയക്കോട്ടെ വാലിബൻ. ഈ സിനിമയുടെ ഒറിജിനൽ കഥയും എന്റെ കഥയും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ കഥ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയാം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.